ക്യാബിനറ്റ് പദവിയോടെ മലയാളി പൂജിക്കുന്ന ബദ്രിനാഥ്. ഹിമാലയ സാനുക്കളിലെ പാതയോരങ്ങളിലൂടെ ഒരു യാത്ര. മഞ്ഞിന്റെ കമ്പളി പുതച്ചു കിടക്കുന്ന വിഷ്ണു ഭഗവാന്റെ രണ്ടാം വൈകുണ്ഠമെന്ന് അറിയപ്പെടുന്ന ബദ്രിനാഥിലേക്ക്. കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനനുസരിച്ച് ആചാരങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്ന ക്ഷേത്രമാണ് ഇത്. ശൈത്യകാലത്ത് നടയടച്ചിടുമ്പോൾ ഭഗവാനെ പോലും കമ്പളി പുതപ്പിക്കുന്ന ക്ഷേത്രം. ഭാരതത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ വിഷ്ണു തീർത്ഥാടന കേന്ദ്രമാണ് ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ് ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്നും 10,826 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വർഷത്തിൽ 6 മാസമാണ് തുറക്കുക. ഹിമാലയത്തിലെ കാലാവസ്ഥ കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു 6 മാസ കണക്ക്. ഏപ്രിൽ മാസ അവസാനം മുതൽ നവംബർ മാസം ആദ്യം വരെയാണ് ക്ഷേത്രത്തിൽ സന്ദർശകരെ അനുവദിക്കുന്നത്. അക്ഷയ തൃതീയ നാളിലെ വൈകുന്നേരത്തെ പ്രത്യേക പൂജയ്ക്ക് ശേഷം അമ്പലം അടയ്ക്കുകയും വിജയദശമി നാളിൽ തുറക്കുകയും ചെയ്യുന്നു. ബദ്രിനാഥ് ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി കണ്ണൂർ പയ്യന്നൂർ ചെറുതാഴം വടക്കേ ചന്ദ്രമന ഇല്ലത്തെ ഈശ്വരൻ നമ്പൂതിരിപ്പാടാണ്. ബദ്രിനാഥിൽ അദ്ദേഹം റാവൽജി എന്നാണ് അറിയപ്പെടുന്നത്. റാവൽ എന്നത് അദ്ദേഹത്തിന് സംസ്ഥാനം നൽകുന്ന പദവിയാണ്. ബദ്രിനാഥിലെ റാവൽജിക്ക് ഉത്തരാഖണ്ഡ് സർക്കാർ ക്യാബിനറ്റ് പദവിയാണ് നൽകുന്നത്. 25 വർഷം ഈശ്വരപ്രസാദിന്റെ മുത്തച്ഛനായിരുന്നു ഇവിടത്തെ പൂജാരി. രാത്രി -2 ഡിഗ്രി വരെ തണുപ്പാണ്. പകൽ 7 ഡിഗ്രിയും. 5:30 അഭിഷേകത്തോടെ തുടങ്ങും. 8:15 വരെ പൂജകളാണ്. പൂർണ്ണ അലങ്കാരത്തോടെയാണ് പൂജകൾ നടത്തുന്നത്. വൈകിട്ട് തുറന്നാൽ അത്താഴ പൂജയ്ക്കു ശേഷം രാത്രി 8 നടയടയ്ക്കും. സന്ധ്യയ്ക്ക് പൂർണ്ണ അലങ്കാരത്തോടെ ദീപാരാധനയുണ്ട്. രാജ്യത്തിന്റെ അതിർത്തി തൊട്ടടുത്തായതിനാൽ പട്ടാളക്കാരും കൂടുതലായി വരാറുണ്ട് ബദ്രിനാഥിനെ ദർശിക്കാൻ. ഐതിഹ്യങ്ങൾ അനുസരിച്ച് ദേവന്മാരാണ് ഇവിടെയുള്ള രൂപങ്ങൾ സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മറ്റു മതങ്ങളുടെ ആധിപത്യം വന്നതോടെ വിഗ്രഹം നദിയിലേക്ക് എറിയപ്പെടുകയും പിന്നീട് ആദിശങ്കരാചാര്യർക്ക് അളകനന്ദ നദിയിൽ നിന്ന് ഇത് ലഭിക്കുകയും അദ്ദേഹമാണ് പ്രതിഷ്ഠ നടത്തിയതെന്നും പറയുന്നു. അദ്ദേഹം തന്നെയാണ് ഇവിടെ മലയാളികളായ പൂജാരിമാർ വേണമെന്ന് തീരുമാനിച്ചതും. ക്ഷേത്ര ഉത്ഭവകാലം മുതൽ അത് തുടരുന്നു. വിഷ്ണുവിന്റെ അവതാരമായ നർനാരായണൻ തപസ് ചെയ്തത് ഇവിടെയാണ്. കുരുവില്ലാത്ത നെല്ലിമരക്കാടിന് സമീപമാണ് അദ്ദേഹം തപസ്സനുഷ്ഠിച്ചത്. നർനാരായണനെ മഴയും വെയിലും ഏൽക്കാതിരിക്കാൻ ലക്ഷ്മി ദേവി ഒരു മരമായി ആവരണം ചെയ്തു. ദേവിയുടെ പേരിനു ശേഷം അദ്ദേഹത്തിന്റെ പേരും കൂടി ചേർന്ന് ബദ്രിനാഥ് എന്ന പേര് ഉണ്ടാവുകയും ചെയ്തു. ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ ഏറ്റവുമധികം പ്രചാരം ലഭിച്ച തീർത്ഥയാത്രകളിലൊന്നാണ് ചാർധാം യാത്ര. ദൈവങ്ങൾ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന 4 സ്ഥലങ്ങളിലൂടെയുള്ള കഠിനമായ തീർത്ഥാടനമാണ് ഇത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ബദ്രിനാഥ് ക്ഷേത്രം. ബദ്രിനാഥ്, ദ്വാരക, പുരി, രാമക്ഷേത്രം എന്നീ 4 സ്ഥലങ്ങളാണ് ചാർധാമുകൾ എന്നറിയപ്പെടുന്നത്. ഈ പുണ്യസ്ഥലങ്ങളിലൂടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കണമെന്നാണ് ഓരോ ഹൈന്ദവ വിശ്വാസിയുടെയും ജീവിത ലക്ഷ്യം. ഹിമാലയത്തിലെ മഞ്ഞുമലകൾക്കിടയിൽ പർവ്വതങ്ങൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഏക ചാർധാം തീർത്ഥാടന കേന്ദ്രമെന്നും ബദ്രിനാഥ് അറിയപ്പെടുന്നു. ചുറ്റും മലകളാൽ കാവൽ നിൽക്കുന്ന ഈ ഹിമാലയ ഭൂമിയിൽ ഭഗവത് സാന്നിധ്യത്തിലേക്ക് ഒരു യാത്ര. ഒരു ജന്മത്തിന്റെ എല്ലാ പാപക്കറകളും കഴുകി മാറ്റുന്ന പുണ്യയാത്ര. ആരും കൊതിക്കുന്നതാണിത്.